ഖുർആൻ ചിന്തിക്കുന്നത് വേറെ ഒരു ഇബാദത്ത്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറയുന്നത് തഫക്കുറു സഅത്തിൻ ഖൈറും മിനൽ ഫിറഖഅ. ഒരു മണിക്കൂർ നേരം ചിന്തിക്കുന്നത് 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളും കൂലിയാണെന്ന്. സുബ്ഹാനല്ലാഹ്. ഖിറാഅത്തു തദബ്ബറുണ്ട്. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു, അബൂ ഹനീഫ അൽ കൂഫി റളിയല്ലാഹു അൻഹു അന്ന് മസ്ജിദുൽ കൂഫയിൽ നിസ്കരിക്കുകയാണ്. നിസ്കാര സമയത്ത് അവിടെ ഓതിയ ഖിറാഅത്ത് ഖുർആനിന്റെ ഭാഗം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തുകളിൽ ചിന്തിക്കുകയാണ് മഹാനായ അബൂ ഹനീഫ അൽ കൂഫി റളിയല്ലാഹു അൻഹു. ലോകം കണ്ട അസ്ഹാബുർ റഈന്റെ നേതാവ്, മഹാനായ മുഹദ്ദിസും ഫഖീഹുമായ ഇമാം മുജ്തഹിദായ ഇമാം മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞു. ഇശാ നിസ്കാരത്തിലാണ് ഓതിയത്. മിഹ്റാബിൽ ഇരിക്കുകയാണ്. ഇങ്ങനെ കുറേ നേരം ഇരുന്നു. ആൾക്കാർ സുന്നത്തൊക്കെ നിസ്കരിച്ചു. മുക്കിക്കാക്ക് പള്ളി പൂട്ടിപ്പോണം. അതുകൊണ്ട് മുക്കരിക്ക് പള്ളി ഇങ്ങനെ പൂട്ടാൻ വേണ്ടി ഉസ്താദ് എഴുന്നേൽക്കണ്ടേ. ബഹുമാനപ്പെട്ട ഇമാം അവറുകൾ ഇരിക്കുകയാണ്. ഇപ്പൊ വിചാരിച്ചു ഇമാമിനെ ശല്യപ്പെടുത്തണ്ട, ഞാൻ വീട്ടിൽ പോയിട്ട് വരാം. വീട്ടിൽ പോയി കഞ്ഞി കുടിച്ചു വന്നു, ഭക്ഷണം കഴിച്ചു വന്നു. നോക്കുമ്പോഴും മെഹ്റാബിൽ ആ ഇരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഇമാം അവറുകൾ. സുബ്ഹാനല്ലാഹ്. കുറേ നേരം ഇരുന്നു. ഇമാം എഴുന്നേൽക്കണില്ല. അപ്പൊ വിചാരിച്ചു എന്നാ പിന്നെ ഞാൻ പോയി കിടന്നുറങ്ങിയിട്ട് വരാം. കിടന്നുറങ്ങി വന്നപ്പോഴും ആ ഇരുത്തമാണ്. അപ്പോൾ മുക്രിക്ക ചോദിച്ചു, ഇമാം സുബഹിക്ക് വാങ്ങൊടുക്കാനായി, വാങ്ങൊടുക്കട്ടെ എന്ന് ചോദിച്ചു. ഐന റാഹന്നാസ്, ജനങ്ങളൊക്കെ എവിടെ പോയി? പറഞ്ഞു ഒരു പോയി ഉറങ്ങി വന്നു, നേരം എടുത്തു, സുബഹിയായി എന്ന് പറഞ്ഞു. നിങ്ങൾ ആരോടും പറയണ്ട. തഫക്കർതു ഫീ ഖൗലില്ലാഹ്, അള്ളാഹുവിൻ്റെ ആ ഒരു ഖൗലിനെ കുറിച്ച് ഞാനിങ്ങ് ആലോചിച്ചു പോയതാ. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. ഒരൽപ്പം നന്മ ചെയ്തിട്ടുണ്ടോ, നാളെ അള്ളാഹു അതിന് കൂലി തരും. ഇഖ്ലാസോടുകൂടെ ഒരൽപ്പം, ദർറ എന്ന് പറഞ്ഞ ഒരു മണൽത്തരിൻ്റെ അത്ര പോലും, അതിനേക്കാളും ചെറുതിനാ ദർറ എന്ന്. അത്ര നിങ്ങൾ നന്മ ചെയ്തോ ഇൻഷാ അല്ലാഹ് നാളെ അവിടെ കാണും. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഒരണുമണി തൂക്കം അത്ര തെറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ലേ, നാളെ അതിനവിടെ ശിക്ഷയുമുണ്ട്. ഈ പറഞ്ഞ ആയത്തിനെ കുറിച്ച് ആലോചിച്ച് ചിന്തിച്ചിരുന്ന് നേരം വെളുത്തുപോയി. ഇമാം പറഞ്ഞു, ഇതാരോടും പറയരുത് കേട്ടോ. ഇത് ലോകം അറിഞ്ഞത് ഇമാമിൻ്റെ വഫാത്തിൻ്റെ ശേഷമാണ്. അങ്ങനെയാണ് സ്വകാര്യങ്ങളൊക്കെ. ഒരാൾക്ക് ഐബില്ലാത്ത സ്വകാര്യം, ഒരാളുടെ മോശപ്പെട്ടതല്ല, ഒരാളുടെ നന്മ സ്വകാര്യമാക്കി വെക്കണം എന്ന് പറഞ്ഞത് മരണശേഷം പറയാം. അപ്പോൾ അതിന് പ്രയാസമില്ല. കാരണം ജീവിതകാലത്ത് അറിയുമ്പോൾ ആളുകൾ അത് പറഞ്ഞു കേൾക്കുമ്പോൾ ഒരു അഭിമാനം അല്ലെങ്കിൽ ഒരു അഹങ്കാരമൊക്കെ വന്നാലോ എന്ന് പേടിച്ചിട്ട് ഉലമ അങ്ങനെ പറയണത്. ആരോടും പറയരുത്. നമ്മളിന്ന് അപ്പോൾ വിടും വാട്സപ്പിൽ മെസ്സേജില്ലേ, അല്ലാ കണ്ടോ നമ്മളെ നേതാവ്, സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയല്ല, നന്മകൾ മറച്ചു വെക്കണം എന്നാണ്. നന്മകൾ മറച്ചു വെക്കണം എന്നാണ്. ഫർളായ കാര്യങ്ങൾ പബ്ലിക്കാക്കാം. സുന്നത്തുകൾ മറ്റ് തത്വകളൊക്കെ എന്ത് ചെയ്യണം, സ്വകാര്യമാക്കി വെക്കണം. ഇമാം അവറുകൾ സ്വകാര്യമാക്കി വെച്ചു. പറഞ്ഞു കൊടുക്കല്ലേ എന്ന് പറഞ്ഞു. ഒരു രാത്രി മുഴുവൻ ഇരുന്ന് ആലോചിച്ചതാണ്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഒരണുമണി തൂക്കം നാളെ തിന്മക്ക് അല്ലാഹു വിചാരണ ചെയ്താൽ ഞാൻ എന്തായി പോകും പടച്ചോനെ? നമ്മളങ്ങനെ ആലോചിക്കാറുണ്ടോ? ഖിറാഅത്തു തദബ്ബുരിൻ, ആലോചിക്കുമ്പോഴേക്കും പേടി വരുന്ന ഒരായത്താണത്. സുബ്ഹാനല്ലാഹ്. ഒരു അറാബി വന്നു നബിയോട്, നബിയേ അല്ലിംനി മിമ്മാ അല്ലമകല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് എനിക്ക് പഠിപ്പിച്ചു തരൂ നബിയേ. നബി തങ്ങളൊരു സ്വഹാബിയോട് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കിൻ. ആ സ്വഹാബി ഈ അറാബിയായ മുസ്ലിമായി വരുന്ന ആൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് സൂറത്തു സൽസല. അങ്ങനെ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ.
അവിടെ എത്തിയപ്പോൾ അറാബി പറഞ്ഞു മതി, എനിക്ക് മതി എന്ന് പറഞ്ഞു. ഖുർആൻ പഠിക്കാൻ വേണ്ടി വന്നതാ. ഒരൊറ്റ സൂറത്ത് കേട്ടപ്പോൾ പറഞ്ഞു മതി, എനിക്ക് ഒന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞു. നബിയോട് സ്വഹാബി എന്ന് പറഞ്ഞു, നബിയെ, അറാബി പറയാണ് ഇനി ഒന്നും കേൾക്കണ്ട, മതി പോൽ. തങ്ങൾ പറഞ്ഞു, എന്താ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്? ഞാൻ സൂറത്തു സൽസല. ഫമൻ യഅമൽ മിസ്ഖാല ദർറ അയുഹാസിബുന അലാ മസാഖീലി ദർറ. അറാബി പറയാ, അണുമണി തൂക്കം നന്മ തിന്മക്ക് അല്ലാഹു വിചാരണ ഉണ്ടല്ലേ, മതി, എനിക്കൊന്നും കേൾക്കണ്ട. ഹബീബ് പറഞ്ഞു, ഉത്റുകൂഹു ദഊഹു ഫഖദ് ഫഖഹൽ അറാബിയു. വിട്ടേക്കണം, പൊയ്ക്കോട്ടെ. അറാബിക്ക് ദീൻ മനസ്സിലായിട്ടുണ്ട്, അറാബിക്ക് ദീൻ മനസ്സിലായി കഴിഞ്ഞു. മനസ്സിലായി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മക്കയിലെ ഹറമിൽ കഅബക്ക് ചുറ്റുമുള്ള മസ്ജിദുൽ ഹറാമിൽ ഹജ്ജിന്റെ സമയത്ത് ദർസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അറാബിയായ മനുഷ്യരിങ്ങനെ വന്നു. അറാബിയായ ആള് വന്നത് ഷാമിൽ നിന്ന്, സിറിയയിൽ നിന്ന്. ഒന്നും പഠിച്ചിട്ടില്ല, അയാൾ മുസ്ലിം ആയിട്ടേ ഉള്ളൂ. അപ്പോഴാണ് അറിഞ്ഞത് ആൾക്കാർ ഹജ്ജിന് പോകുന്നുണ്ട്, എന്നാ പിന്നെ കൂടെ പോവാന്ന് ഹജ്ജിന് വന്നു. ഒന്നും അറിയില്ല, അങ്ങനെ വന്നതാണ്. അപ്പൊ പള്ളിയിൽ ഒരുപാട് ആളുകൾ കൂടിയിരിക്കുന്ന കണ്ടപ്പോൾ ചോദിച്ചു, ഇയാൾ ആരാണ്? അപ്പൊ പറഞ്ഞു, അല്ലാമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഖുർആന്റെ മുഫസ്സിറാണ്, വലിയ പണ്ഡിതനാന്ന് പറഞ്ഞു. എനിക്ക് അടുത്ത് പോയി പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ആ പറ്റുമെന്ന് പറഞ്ഞു. എനിക്ക് ചോദ്യം ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇയാള് ഒരുപാട് ആലിമികൾ ഇരിക്കുന്ന സദസ്സിന്റെ അടി കൂടെ മുറിച്ചങ്ങോട്ട് ചെന്നു. പറഞ്ഞു, യാ അബ്ദല്ലാഹ്. അപ്പോഴേക്കും മുഴുവൻ പേര് മറന്നു പോയിട്ടുണ്ട്. യാ അബ്ദല്ലാഹ്. അറബികളങ്ങ എല്ലാവരും മുഹമ്മദ് വിളിക്കൂലേ, യാ മുഹമ്മദ് റഫീഖ് മുഹമ്മദ് വിളിക്കൂ. യാ അബ്ദല്ലാഹ് അല്ലിംനി മിമ്മ അല്ലമക അല്ലാഹ്, എനിക്ക് എന്തെങ്കിലും പഠിപ്പിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ദർസൊക്കെ നിർത്തി വെച്ചിട്ട് പറഞ്ഞു, വഫിസ് സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ. ആകാശത്തുണ്ട്, ആകാശത്ത് രേഖപ്പെടുത്ത വെക്കപ്പെട്ടിട്ടുണ്ട്, അല്ലാഹു തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. റിസ്ഖുകും, നിങ്ങൾക്ക് എത്രയാണ് ഭക്ഷണം കിട്ടേണ്ടത്, എത്രയാണ് വരുമാനം, എന്തൊക്കെയാണ് കിട്ടേണ്ടത്, എത്രയാണ് സമ്പത്ത്, എങ്ങനെയാണ് കുടുംബം, എത്രയാണ് മക്കൾ, എന്താണ് വാഹനം, എങ്ങനെയാണ് ജീവിതം, ഇതൊക്കെ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെടുന്നതെല്ലാം അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആകാശലോകത്ത്. അപ്പൊ പറഞ്ഞു ഇയാൾ, മതി, എനിക്ക് മതി. ഞാൻ മനസ്സിലായി, ഞാൻ പോവാന്ന് പറഞ്ഞു. അവിടെ പോയി. പിറ്റത്തെ വർഷം വന്നു ഇതേപോലെ ഹജ്ജിന്. അപ്പോഴും ഇബ്നു അബ്ബാസ് എന്നവരുണ്ട്. ഇയാൾ ചോദിച്ചു, ആരാണത്? പറഞ്ഞു, അല്ലാമ ഇബ്നു അബ്ബാസ്, ഖുർആൻ പഠിപ്പിക്കാന്ന് പറഞ്ഞു. എനിക്ക് പോകാൻ പറ്റുമോ? അത് ഞാൻ കഴിഞ്ഞ കൊല്ലം കണ്ട ആളാ. അതെ, എന്നാ ഉണ്ടായിട്ടുണ്ടാവും, അദ്ദേഹത്തിന്റെ ദർസൂടെ ഉണ്ടാവാറുണ്ട്. എന്നാ ഞാൻ പോട്ടെ, ചോദിക്കട്ടെ, ചോദിച്ചോളൂ. ഇദ്ദേഹം വന്നിട്ട് ചോദിച്ചു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം വന്ന് ചോദിച്ചത് ഓർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചു. ചോനെ, ഓർമ്മയില്ലല്ലോ. നിങ്ങൾ അന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്കൊരു വർത്തമാനം. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിസ്ക്കും നിങ്ങൾക്ക് അല്ലാഹു കരാർ ചെയ്തതും ആകാശലോകത്ത് നിർണയിക്കപ്പെട്ട് കഴിഞ്ഞ വിഷയമാണ്. നിങ്ങൾ പഠിപ്പിച്ചെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഇനി വേറെ എന്തെങ്കിലും പഠിപ്പിച്ചേരി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ ആയത്തിന്റെ ബാക്കി ഓതി കൊടുത്തു. ഫവറബ്ബിസ് സമാഇ വൽ അർളി ഇന്നഹു ലഹഖും മിസ്ല മാ അന്നകും തൻതിഖൂൻ. ആകാശലോകങ്ങളുടെ റബ്ബിനെ തന്നെയാണ് സത്യം. ഫവറബ്ബിസ് സമാഇ വൽ അർളി, ആകാശലോകങ്ങളുടെ റബ്ബിനെ തന്നെയാണ് സത്യം. ഇന്നഹു ലഹഖുൻ മിസ്ല മാ അന്നകും തൻതിഖൂൻ, അത് ഹഖാണ്, അതിൽ സംശയം വേണ്ട. നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ, അതുപോലെ ഇത് ഹഖാണ്, ഇതിൽ സംശയം വേണ്ട. ആകാശലോകത്തിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. അബ്ബാസ്, മതി, എനിക്ക് മനസ്സിലായി. ഇതിനൊക്കെ ഇത്ര സത്യം ചെയ്ത് പറയേണ്ട വിഷയമുണ്ടോ? എനിക്കത് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്, എനിക്കത് ഉറപ്പാണല്ലോ, ഇത് ഇത്ര സത്യം ചെയ്ത് പറയേണ്ട വിഷയമുണ്ടോ? ഫവറബ്ബിസ് സമാഇ വൽ അർളി ഇന്നഹു ലഹഖുൻ മിസ്ല മാ അന്നകും തൻതിഖൂൻ. ഫഖഹൽ അറാബിയു, അറാബിക്ക് ദീൻ മനസ്സിലായിരിക്കുകയാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഫഖഹൽ അറാബിയു,